പശ്ചിമേഷ്യൻ സംഘർഷം വീണ്ടും കടുത്തതോടെ സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുന്നു. ഈ സാഹചര്യം തുടർന്നാൽ സ്വർണ്ണവില ഇനിയും താഴേക്ക് പോകാൻ തന്നെയാണ് സാധ്യതയെന്ന് വിദഗ്ധർ പറയുന്നു. പക്ഷേ ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ അയയുകയാണെങ്കിൽ വരും മാസങ്ങളിൽ പ്രത്യേകിച്ച് ആഭ്യന്തര വിപണിയിൽ 10 ഗ്രാമിന് സ്വർണ്ണവില ഏകദേശം 1.60 ലക്ഷം രൂപ വരെ ഉയർന്നേക്കാമെന്നാണ് വിദഗ്ധർ പറയുന്നത്. പൊന്നിനെന്നും പൊന്നും വിലയാണ്. അത് കേവലം ആഭരണമെന്നതിലുപരി മലയാളികൾക്ക് അത്രത്തോളം പ്രിയപ്പെട്ടതാണ്. പ്രത്യേകിച്ച് തലമുറകളിലേക്ക് കൈമാറുന്ന സമ്പാദ്യം കൂടിയാണ് ഇന്ന് ഈ മഞ്ഞലോകം. ഓരോ തരി പൊന്നും എത്ര നാൾ കാത്തുസൂക്ഷിക്കുന്നു, അത്രയും ഇരട്ടിയായി മൂല്യവും കൂടുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. മലയാളികളുടെ സ്വർണ്ണഭ്രമം എന്നു പറഞ്ഞാൽ അത് ചരിത്രത്തോളം തന്നെ കാലപ്പഴക്കമുണ്ട്. അതായത് മറ്റേത് സമ്പാദ്യവും നൽകുന്നതിലേറെ മൂല്യമാണ് സ്വർണം ഇക്കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നൽകിയത്. അതിനാൽ സ്വർണ്ണവിലയിലെ ചാഞ്ചാട്ടം എന്നും ഉപഭോക്താക്കളും വിപണി നിരീക്ഷകരും എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒന്നുകൂടിയാണ്. ഇക്കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി പശ്ചിമേഷ്യൻ സംഘർഷം വീണ്ടും കടുത്തു തുടങ്ങി. അതിനാൽ തന്നെ സ്വർണ്ണവിലയിൽ വലിയ ചാഞ്ചാട്ടം തുടരുകയാണ്. ചിലപ്പോൾ ആശ്വാസകരമായി പഴയ പോലെ 50,000-ലേക്കും സ്വർണ്ണവില എത്തുമോ എന്ന് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അങ്ങനെയെങ്കിൽ 1 ലക്ഷം രൂപയ്ക്ക് 2 പവൻ വാങ്ങാമെന്നും മലയാളികൾ കണക്ക് കൂട്ടുന്നുണ്ട്. പക്ഷേ അതിന് ഇനിയും കാത്തിരിക്കേണ്ടി വരുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. ആഗോള വിപണിയിൽ സ്വർണ്ണവില ഇടിയുന്നുണ്ട്. പക്ഷേ ആഭ്യന്തര വിപണിയിൽ നേരിയ വർധനവാണ് രേഖപ്പെടുത്തുന്നത്. തുടർച്ചയായ ദിവസങ്ങളിലെല്ലാം ഇറാനെതിരെ US ആക്രമണം കടുപ്പിക്കുകയാണ്. ഇപ്പോൾ ഇറാൻ തിരിച്ചടിയും ശക്തമാക്കിയിട്ടുണ്ട്. ആയതിനാൽ ഹോർമുസിൽ എണ്ണക്കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും തുടരുകയാണ്. ഇതെല്ലാം സ്വർണ്ണവിലയെ വലിയ തോതിലാണ് ബാധിക്കുന്നത്. കേരളത്തിൽ ഇന്ന് സ്വർണ്ണവില ഉയരുന്നതാണ് കണ്ടത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇനിയും സ്വർണ്ണവില താഴേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന് അതിനിടയിൽ വിദഗ്ധർ പറയുന്നു. US ഫെഡ് റിസർവ് പലിശ നിരക്കിൽ മാറ്റം വരുത്തുന്നതിനെ ആശ്രയിച്ചായിരിക്കും ഇനി സ്വർണത്തിന്റെ വിലയിലെ ഇനിയുള്ള മുന്നോട്ടുള്ള പോക്ക്. പണപ്പെരുപ്പം രൂക്ഷമായാൽ US ഫെഡ് പലിശ നിരക്ക് കൂട്ടിയേക്കും. പലിശ നിരക്ക് കൂടുന്നത് സ്വർണത്തിന് വലിയ തിരിച്ചടിയായിരിക്കും. നിക്ഷേപകർ ഡോളറിലേക്കും സർക്കാർ കടപ്പത്രങ്ങളിലേക്കും തിരിയുന്നതോടെ സ്വർണം കൂപ്പുകുത്തുമെന്നും പറയുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ വില $3,500 താഴേക്ക് വരെ എത്താനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെ വന്നാൽ കേരളത്തിൽ സ്വർണം 1 ലക്ഷത്തിന് താഴേക്ക് വീണേക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ ഒരിക്കലും 80,000-ന് താഴേക്ക് പെട്ടെന്ന് പോകാൻ സാധ്യതയില്ലെന്നും ചില സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഡോളർ ശക്തിപ്പെടുന്നത് വിദേശ ഉപഭോക്താക്കൾക്ക് സ്വർണം വാങ്ങുന്നത് കൂടുതൽ ചെലവേറിയതാകും. അങ്ങനെ ചെലവേറുമ്പോൾ ഡിമാൻഡ് കുറയുകയും വിലയിൽ ഇടിവുണ്ടാകാനുള്ള സമ്മർദ്ദം സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ വലിയ തരത്തിലുള്ള ചാഞ്ചാട്ടങ്ങൾ പ്രതീക്ഷിക്കേണ്ട. സ്വർണ്ണവിലയിൽ വലിയ ഇടിവുണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് വിപണി വിദഗ്ധർ പറയുന്നത്. നിലവിലെ വില നിലവാരത്തിൽ വില ഏറെക്കുറെ സ്ഥിരത കൈവരിച്ചായിരിക്കും മുന്നോട്ടു പോകുക. എന്തായാലും വലിയ തരത്തിലുള്ള ചാഞ്ചാട്ടം പ്രതീക്ഷിക്കേണ്ട. ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ അയുകയാണെങ്കിൽ ദീപാവലിയോടെ ആഭ്യന്തര വിപണിയിൽ 10 ഗ്രാമിന് സ്വർണ്ണവില ഏകദേശം 1,60,000 രൂപ വരെ ഉയർന്നേക്കുമെന്നും ചിലർ പറയുന്നുണ്ട്. എന്നാൽ അനിശ്ചിതത്വം തുടരുകയാണെങ്കിൽ വില 1,45,000 രൂപ വരെയൊക്കെ ഒരു പരിധിവരെ തുടരുമെന്നാണ് പറയുന്നത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.